കർക്കിടക മാസത്തിൽ എല്ലാവരും മൈലാഞ്ചി അരച്ചിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം കേട്ടോ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും നെച്ചുകുട്ടനും കൂടി മൈലാഞ്ചി പറിക്കാൻ പോവുകയാണ്. നെച്ചു ആദ്യമായിട്ടാണ് മൈലാഞ്ചി ഇല പൊട്ടിച്ച് അരച്ചൊക്കെ ഇടുന്നത്. സാധാരണ നമ്മൾ ട്യൂബ് വാങ്ങിച്ചിട്ട് കയ്യിലിടാറാണ് പതിവ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് കുറേ മൈലാഞ്ചി ഉണ്ട്. ഇപ്പോൾ മഴക്കാലം കൂടി ആയപ്പോഴത്തേക്കും കാട് പിടിച്ച പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളും കൂടി മൈലാഞ്ചിയുടെ ഇല പൊട്ടിക്കുകയാണ്. നെച്ചു ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ, കാരണം ആദ്യമായിട്ടാണ് പുള്ളിക്കാരത്തി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പോൾ ഇത് ഒരുപാട് ഇല കിട്ടിയിട്ടുണ്ട്. കുറച്ച് അധികം എടുത്തിട്ടുണ്ടായി. മീനുവിനും എനിക്കും പിന്നെ വീട്ടിലേക്കും ഒക്കെ ഉള്ളത് ഞങ്ങൾ അരച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇലയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കല്ലേൽ വെച്ചാണ് അരയ്ക്കാറ്. ഇവിടെ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോവാതെ നോക്കണം. എനിക്കൊരു ഇച്ചിരി വെള്ളം കൂടിയായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല, കയ്യിൽ ഇരിക്കുന്നൊരു പരിവായിരുന്നു. പിന്നെ ഞാൻ അതിന് കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചായപ്പൊടി എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി അരച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കളർ വയ്ക്കുന്ന മൈലാഞ്ചി ആയിരുന്നു. അപ്പോൾ ഞാൻ നെച്ചുകുട്ടനും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലിട്ടായിരുന്നു. നല്ല മഴയായിരുന്നു പുറത്ത്. നെച്ചുവിന് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് മൈലാഞ്ചിയൊക്കെ ഇട്ടു. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ ഭയങ്കര സന്തോഷം തരുന്ന കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്, അതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കഴുകി കളഞ്ഞു. ഒരുപാട് നേരം വെക്കാൻ പറ്റിയില്ല, നെച്ചുവിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ കൊണ്ടുവന്നാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കഴുകി കളഞ്ഞു. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല കളറുണ്ടായി. ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ വരുന്നത് തട്ടിക്കളയാതിരിക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് വലിയ സന്തോഷം തരുന്നത്.